കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന യുവതി പരാതിയിൽ കാര്യമായ അന്വേഷണം നടത്താമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും രാത്രി വീട്ടിലെത്തുകയും രഹസ്യം പറയാനുണ്ടെന്നും പറഞ്ഞ് ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു ആ പോലീസുകാരൻ. അതിനുശേഷം താൻ ബലാത്സംഗം ചെയ്തെങ്കിലും പരാതിയിന്മേൽ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഡിവൈഎസ്പിയെ സമീപിക്കുന്നു. പക്ഷെ അയാൾ തന്നെ പലതും ചെയ്യാൻ ശ്രമിച്ചെങ്കിലും താൻ വഴങ്ങിക്കൊടുത്തില്ല. പക്ഷെ ആ പോലീസുകാരനും തന്നെ പലതും ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഞാൻ വഴങ്ങിക്കൊടുത്തില്ല. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി നൽകാൻ എസ് കാണുന്നു. പക്ഷേ എസ് തന്നെ 2 പ്രാവശ്യം ലൈംഗികമായി പീഡിപ്പിച്ചു, അതും ഓഫീസിലെ മുറിയിൽ വെച്ച്. പക്ഷെ പിന്നീട് എന്തുകൊണ്ട് നിങ്ങൾ പരാതി നൽകിയില്ല എന്ന് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ തന്റെ നിഷ്കളങ്കമായ ഭാവത്തോടെ പറയുന്നത്, ഞാൻ ഇനി ആർക്കാണ് പരാതി നൽകേണ്ടതെന്ന്, മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് എസ് എന്ന് പലതവണ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ പരാതി നൽകിയാൽ അവരും എന്നെ ഇതുപോലെ തന്നെ പീഡിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ഇതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തതാണ്. എന്നാൽ വീണ്ടും ചെയ്യണമെന്ന് തോന്നി. കാരണം മറ്റൊന്നുമല്ല, ആ സ്ത്രീ ഇന്ന് കംപ്ലൈന്റ് ചെയ്യാനായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരുപാട് ക്രൂരമായി പെരുമാറുന്ന രീതിയിലായിരുന്നു പോലീസുകാർ പെരുമാറിയത് എന്നായിരുന്നു ആ സ്ത്രീ പറഞ്ഞത്. ആ സ്ത്രീക്ക് ഒരുപക്ഷെ ഈ സമയത്ത് സപ്പോർട്ടായി നിൽക്കുന്നത് റിപ്പോർട്ടർ TV മാത്രമാണ്. ഒരുപക്ഷെ റിപ്പോർട്ടർ TVയെ കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളും ഇതിനോടനുബന്ധിച്ച് തന്നെ വരുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീ ശരിക്കും പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് മറ്റുള്ള മാധ്യമങ്ങൾ ഏകദേശം മനസ്സിലാക്കിയ മട്ടാണ്. അതനുസരിച്ച് അവരൊക്കെയും തന്നെ ഇത് വ്യാജ വാർത്ത എന്ന രീതിയിൽ വാർത്തകൾ ചെയ്യുമ്പോൾ റിപ്പോർട്ടർ TV മാത്രം ആ സ്ത്രീക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും അവരോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്നു. മണിക്കൂറുകൾ ഇടവിട്ട് ഇതേ വാർത്തകൾ തന്നെ അവർ സംരക്ഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ള മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ സ്ത്രീ തെറ്റുകാരിയാണ് എന്ന് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആർക്കും തന്നെ ഉത്തരമുണ്ടാവണമെന്നില്ല. അതിലുമപ്പുറം ഈ സ്ത്രീ ഞാൻ നുണ പരിശോധനയ്ക്കടക്കം വിധേയനാവാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതനുസരിച്ച് ഒരു FIR പോലും ഇടാതെ ഇവർക്കുള്ള മാധ്യമങ്ങളും പോലീസുകാരും എങ്ങനെ മനസ്സിലാക്കുന്നു ഈ സ്ത്രീ പറയുന്നത് മൊത്തം കളവാണെന്ന്? ഒരുപക്ഷെ ഈ സ്ത്രീ കളവാണ് പറയുന്നതെങ്കിൽ അത് തെളിയിക്കാനുള്ള പല സാഹചര്യങ്ങളും കേരളത്തിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് അന്വേഷിക്കുകയും അത് തെളിയിക്കുകയും റിപ്പോർട്ടർ TVയിൽ അടക്കം ആ വാർത്ത പ്രസിദ്ധീകരിക്കാൻ കാരണമാവുകയും ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ആ സ്ത്രീ പറയുന്നത് മുഴുവനും കള്ളമാണെന്നും ആ സ്ത്രീ ഹണി ട്രാപ്പ് അടക്കം ചെയ്യുന്ന സ്ത്രീ എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനോട് ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ആ സ്ത്രീ തെറ്റുകാരിയാണെങ്കിൽ തെറ്റുകാരിയാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു സ്ത്രീ പറയുന്നത് 3 പോലീസുകാരുടെ പേര് അടക്കം പറഞ്ഞിട്ടും ഒരുപാട് തവണ ഈ സ്ത്രീയോട് റിപ്പോർട്ടർമാർ അടക്കം മാറി മാറി ചോദിച്ചിട്ടും ഇവർ പറഞ്ഞത് ഒരേ ഒരു കാര്യം. എന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും എല്ലാ മാധ്യമങ്ങളും ഈ സ്ത്രീ കുറ്റക്കാരിയാണെന്ന് വിലയിരുത്തിയത്? അതിലും അപ്പുറം പല മാധ്യമങ്ങൾക്കും റിപ്പോർട്ടർ TVയും ഈ സ്ത്രീയും ഒത്തുകളിയാണെന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെയും തന്നെ പ്രചരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇവർക്കൊക്കെ അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? ഈ ഒരു സ്ത്രീ ഇതുപോലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് മിനിറ്റുകൾക്കകം തന്നെ മറ്റുള്ള ചാനലുകൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരുപക്ഷെ റിപ്പോർട്ടർ TV കേരള ചരിത്രത്തിൽ ഒരുപാട് പിന്നിലുണ്ടായിരുന്ന ആ ചാനൽ അരുണിന്റെ വരവോട് കൂടി ഏറ്റവും മുൻപന്തിയിൽ എത്തി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇതുപോലെയാണ് ഈ ചാനലിന്റെ പോക്കെങ്കിൽ 1-2 ആഴ്ചകൾക്കകം തന്നെ ഏഷ്യാനെറ്റിനെയും 24നെയും ഒക്കെ പിന്തള്ളി ഇവർ മുമ്പിലെത്തിയേക്കാം. ഒരുപക്ഷെ അതിനോടുള്ള വിയോജിപ്പാണോ ചാനലുകൾ തീർക്കുന്നത്? അതല്ല ഈ സ്ത്രീ ശരിക്കും തെറ്റുകാരിയാണെന്ന രീതിയിൽ തന്നെയാണോ ഇവർ പറയുന്നത്? എന്ത് തന്നെയായാലും അതൊക്കെ മനസ്സിലാക്കാൻ സമയമെടുക്കും. പക്ഷേ അതിനു മുമ്പേ തന്നെ ഇവർ എങ്ങനെ ഇതൊക്കെയും തന്നെ വിലയിരുത്തി?